അപ്പോൾ അതിൽ ഏത് ഡിസീസ് ആണെങ്കിലും മിക്ക അസുഖങ്ങളിലും ശ്വാസം മുട്ടൽ ഒരു പ്രധാന ലക്ഷണമായിട്ട് വന്നേക്കാം. അതിനകത്ത് മെയിൻ കോമൺ ആയിട്ടുള്ളത് COPD, ബ്രോങ്കിയൽ ആസ്മ, ബ്രോങ്കിയെക്ടാസിസ്, ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, അല്ലെങ്കിൽ ആസ്പെജിലോസിസ്, അല്ലെങ്കിൽ ട്യൂബർകുലോസിസ്, ന്യൂമോണിയ, അങ്ങനെ ഏത് അസുഖങ്ങൾ വന്നാലും ശ്വാസകോശ സംബന്ധമായിട്ട് വന്നാലും ശ്വാസം മുട്ടൽ വന്നേക്കാം. അപ്പോൾ ആസ് പേഷ്യൻസ് ഇപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്വാസം മുട്ടൽ വരുന്ന സമയത്ത് മിക്ക പേഷ്യൻസും എപ്പോഴും പോയിട്ട് ഒരു നെബുലൈസേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഒരു നെബുലൈസേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പോൾ മിക്കപ്പോഴും അവരൊരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും ശ്വാസമുട്ടലിന് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ശ്വാസമുട്ടൽ എന്ത് അസുഖം കൊണ്ടാണ് വരുന്നതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്യൂബർകുലോസിസ് ആണ് നിങ്ങൾക്കെങ്കിൽ, നിങ്ങൾക്ക് കുറേ കാലങ്ങളായിട്ട് ശ്വാസമുട്ടലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് TB ആണ്, ട്യൂബർകുലോസിസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻസ് എന്ത് ചെയ്യും, കാലങ്ങളായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നെബുലൈസേഷൻ എടുത്തുകൊണ്ടിരിക്കും.